ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ +2 റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പൂജ ഉണ്ടെങ്കിൽ +2-ലായിരുന്നു റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നത് ഇത് കണക്കുണ്ടെങ്കിൽ പൂജ പൊട്ടി, ഇത് കണക്ക് കള്ളത്തരം പറഞ്ഞ് ജയിച്ചെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഓരോരുത്തർ തംബ്നെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിലുണ്ടെങ്കിൽ പൂജ ജയിച്ചിട്ടുണ്ട്. 62% എങ്ങാണ്ടാണ് മാർക്ക് മൊത്തത്തിൽ കിട്ടിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ മാർക്ക് വാങ്ങിച്ചതിന് കാരണം നേരെ ചൊവ്വേ പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചുകൊണ്ട കാര്യമുണ്ടോ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കമൻസുമായിട്ട് വരുന്നുണ്ട്. എന്തായിരുന്നാലും നോക്കിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരിപ്പം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. നേരത്തെ അവരോട് ഇഷ്ടമില്ലാത്തവരാണ് പിന്നെയും ഇതേ കണക്ക് വന്നിട്ട് അവരെ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കി ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, നല്ലോണം പഠിക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ഒരുപാട് പേരുണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല. അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലാണ് ഇതേകണത്തുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി മുന്നോട്ട് തന്നെ പോട്ടെ, ഒരു കുഴപ്പവും വരാതിരിക്കട്ടെ. ബാക്കിയുള്ളവരെ പോയിട്ട് ഇതേ കണക്കില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ നശിക്കട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നല്ലോണം തന്നെ പോട്ടെ.